Hello my dear students, welcome to Learner's World. In this video, I talk about Komala by Santosh Chikanam Part 3. Madhavan Nair, Secretary, Vellur Cooperative Bank is with us. Sri Nair, an innocent man is going to commit suicide because of your bank. How do you respond to this? അപ്പോൾ ന്യൂസ് ടൈം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളൂർ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള മാധവൻ നായർ നമുക്കൊപ്പമുണ്ട്. മിസ്റ്റർ നായർ, നിങ്ങളുടെ ബാങ്ക് കാരണം നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? We can only act under the Cooperative Bank Act. It is the duty of the surety to repay the capital and the interest if Sudhakaran fails to pay. The amount now is rupees 90,345 rupees. അപ്പോൾ ഞങ്ങൾക്ക് കോപ്പറേറ്റീവ് ബാങ്ക് നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ. സുധാകരന് ലോണ് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ലോൺ തുകയും അതിൻ്റെ പലിശയും തിരിച്ചടക്കേണ്ട ചുമതല ഗ്യാരണ്ടി നിന്ന ആൾക്കാണ്. എല്ലാം കൂടി ഇപ്പോൾ 90,045 rupees എന്നാണ് പറയുന്നത്. ഇഫ് വിഷൻ ഡസ് നോട്ട് പേ ദ ബാങ്ക് ഹാസ് ടു കൺഫിസ്കേറ്റ് ദ ഹൗസ് ആൻഡ് ദ പ്ലോട്ട്. അപ്പോൾ വിഷുവിന് ഈ തുക കൊടുത്തിട്ടില്ലെങ്കിൽ വിഷുവിൻ്റെ വീടും സ്ഥലവും ബാങ്ക് ജപ്തി ചെയ്യേണ്ടി വരും. The anchor then asked him if Mr. Vishwan was informed of the gravity of the situation. അപ്പോൾ ആങ്കർ മാധവൻ നായരോട് ചോദിക്കുന്നു, ഈ പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ ബാങ്കുകാർ വിശ്വനെ ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന്. Certainly, we sent him the registered notice. We did our best to postpone the confiscation. We gave him enough and more time. He just paid rupees 7,000. Now the amount to be paid has reached rupees 90,000. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ രജിസ്ട്രേഡ് നോട്ടീസ് അയച്ചു. ജപ്തി മാറ്റിവെക്കാൻ ഞങ്ങൾ കഴിവതും ശ്രമിച്ചു. ആവശ്യത്തിനും അതിലധികവും സമയം ഞങ്ങൾ വിശ്വത്തിന് കൊടുത്തു. അയാൾ ആകെ 7,000 രൂപയാണ് അടച്ചിട്ടുള്ളത്. ഇപ്പോൾ ബാക്കി കൊടുക്കേണ്ട തുക 90,000 rupees എന്നാണ് പറയുന്നത്. The anchor then asked Vishwan if he heard what the secretary had said. Yes, he speaks as if rupees 7,000 is nothing. അപ്പോൾ ആങ്കർ വിഷ്ണുവിനോട് ചോദിക്കുന്നു, മാധവൻ നായർ പറഞ്ഞത് കേട്ടോ എന്ന്. അപ്പോൾ വിശ്വൻ പറയാണ് കേട്ടു. അദ്ദേഹത്തിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും 7,000 രൂപയ്ക്കൊരു വിലയും ഇല്ലെന്ന്. ഡസ് ഹി നോ ഹൗ മച്ച് മൈ രാധ ഹാഡ് ടു വർക്ക് ടു ഗെറ്റ് ദാറ്റ് എമൗണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാമോ എൻ്റെ ഭാര്യ രാധ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും തുക ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ യൂസിങ് ദ സ്യൂയിങ് മെഷീൻ ടു മെഷർ നീസ് ഗോഡ് സോളൻ ആൻഡ് ഷി ഹാഡ് ടു ടേക്ക് മെഡിസിൻസ് ഫോർ എ വീക്ക്. അപ്പോൾ കൂടുതൽ നേരം ഇരുന്ന് തയ്യൽ മെഷീൻ ഉപയോഗിച്ചത് കാരണം അവളുടെ മുട്ടുകാലിൽ നീര് വരികയും ഒരാഴ്ച അവൾക്ക് മരുന്ന് കഴിക്കേണ്ടതായും വന്നു എന്നാണ് പറയുന്നത്. ഐ എം എ ഗുഡ് മാൻ, ഞാനൊരു നല്ല മനുഷ്യനാണ്. ദാറ്റ് ഇസ് വൈ ഐ ഗാവ് rupees 7,000 ടു ദ സെക്രട്ടറി ആൻഡ് സ്റ്റുഡ് ബവിങ് ബിഫോർ ഹിം. അതുകൊണ്ടാണ് ഞാൻ 7,000 rupees ഞാൻ കൊടുത്തതും സെക്രട്ടറിക്ക് മുമ്പിൽ കുമ്പിട്ട് നിന്നതും. ഈസ് ദർ എ ഗ്രേറ്റർ ഹ്യൂമിലിയേഷൻ ദാൻ എ മാൻ ബവിങ് ബിഫോർ അനദർ മാൻ, ബട്ട് ഈസ് ഐ സഫേർഡ് ഇറ്റ് ഫോർ സുധാകരൻ. അപ്പോൾ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യൻ്റെ മുമ്പിൽ കുമ്പിടുന്നതിൽ പരം അപമാനം വേറെ എന്തുണ്ട്? പക്ഷേ സുധാകരന് വേണ്ടി ഞാനത് സഹിച്ചു. നൗ വാട്ട് ഐ ഹാവ് ലെഫ്റ്റ് ഈസ് ദിസ് ഹൗസ് ആൻഡ് ദ പ്ലോട്ട്. ഇപ്പോൾ എനിക്ക് ആകെയുള്ളത് എൻ്റെ ഈ വീടും സ്ഥലവും മാത്രമാണ്. ദ ആങ്കർ ആസ്ക് മാധവൻ നായർ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റൈറ്റ് ഓഫ് ദ അഗ്രികൾച്ചറൽ ഡെപ്റ്റ് ആസ് വിശ്വൻ ഈസ് പുവർ ആൻഡ് ഷീറ്റഡ്. അപ്പോൾ വിശ്വന് ദരിദ്രനായതുകൊണ്ടും അയാൾക്ക് ചതി പറ്റിയതുകൊണ്ടും ആ കൃഷിക്കാരൻ വാങ്ങിയ കടം എഴുതി തള്ളിക്കൂടെ എന്നായിരുന്നു ആങ്കറുടെ ചോദ്യം. മാധവൻ നായർ സേസ് ദാറ്റ് ഇഫ് ദേ സ്റ്റാർട്ട് റൈറ്റിംഗ് ഓഫ് ഡെപ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ടിയേഴ്സ് ദേ വിൽ ഹാവ് ടു ക്ലോസ് ഡൗൺ ദ ബാങ്ക്. അപ്പോൾ മാധവൻ നായർ പറയാണ്, ആൾക്കാരുടെ കണ്ണീര് കണ്ട് കടങ്ങൾ എഴുതി തള്ളാൻ തുടങ്ങിയാൽ ബാങ്ക് പൂട്ടിപ്പോകില്ലേ എന്നായിരുന്നു മാധവൻ നായരുടെ മറുചോദ്യം. ബാങ്ക് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ അപ്കീപ്പ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അതായത് മനുഷ്യരെ തീറ്റുപോറ്റുകയല്ല ബാങ്കുകാരുടെ ജോലി. ഇഫ് ദ ലോൺ ഈസ് നോട്ട് റീപെയ്ഡ് ദേ വിൽ കൺഫിസ്കേറ്റ് ദ പ്രോപ്പർട്ടി. ലോണ് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ കടക്കാരുടെ വസ്തുക്കൾ അവർ ബാങ്കുകാർ ജപ്തി ചെയ്യും. നൗ ദ ആങ്കർ സീക്സ് ഒപ്പീനിയൻ ഓഫ് ഡോക്ടർ നന്ദകുമാർ ഓൺ ദ ഇഷ്യൂ. അപ്പോൾ ആങ്കർ ഡോക്ടർ നന്ദകുമാറിൻ്റെ ഈ ഒരു വിഷയത്തിലുള്ള അഭിപ്രായം
ആരാ എന്നതിന് വേണ്ടി ചോദിക്കുകയാണ്. നന്ദകുമാർ ഈസ് എ വെൽ നോൺ സൈക്കോളജിസ്റ്റ്. അദ്ദേഹം ഒരു വെൽ നോൺ ഫേമസ് ആയിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ്. വിൽ വിശ്വൻ കിൽ ഹിംസെൽഫ്, വിശ്വൻ ആത്മഹത്യ ചെയ്യുമോ എന്നാണ് ആങ്കറിന് അറിയേണ്ടത്. നന്ദകുമാർ സേസ് he may not, but there is the idea suicide in വിശ്വൻസ് മൈൻഡ്. അപ്പം നന്ദകുമാർ പറയുന്നത് ആത്മഹത്യ ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. വിശ്വൻ്റെ മനസ്സിൽ ആത്മഹത്യയുടെ വിത്തുണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് ലൈഫ് ഓഫൺ പുൾസ് ബാക്ക് someone who is thinking of death. പക്ഷേ പലപ്പോഴും ജീവിതം മരണത്തെ പറ്റി ചിന്തിക്കുന്നവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഈവൻ വെൻ ദ മാൻ ടു ബി ഹാങ്ഡ് ഈസ് ആസ്ക്ഡ് ടു എക്സ്പ്രസ് ഇസ് ലാസ്റ്റ് വിഷ്, ഹി ആസ്ക് ഫോർ സർട്ടൻ തിങ്സ്, ദാറ്റ് മീൻസ് മാൻസ് വിഷസ് നെവർ എൻഡ്. അതായത് തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരു മനുഷ്യൻ എന്നോട് ചോദിക്കാറുണ്ട് അവൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്. അതിനർത്ഥം മരിക്കാൻ പോകുന്ന ആൾക്ക് പോലും ആഗ്രഹങ്ങളുണ്ട് എന്നാണ്. ദ ടെംപ്റ്റേഷൻ ഫോർ ലൈഫ് ഈസ് ടെറിബിൾ. He goes on to make a rambling speech that does not have much meaning. അപ്പോൾ മനഃശാസ്ത്ര വളച്ചു കെട്ടി ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാണ് ഇപ്പോൾ ചെയ്യുന്നത്. Then he gives reasons why Vishen does not want to die. അത് കഴിഞ്ഞിട്ട് അയാൾ പറയാണ് എന്തുകൊണ്ടാണ് വിശ്വൻ മരിക്കാൻ ആഗ്രഹമില്ലാത്തത് എന്ന് അയാൾ ചോദിക്കുകയാണ്. ഈ സെലക്റ്റഡ് ദ ഇൻഡിപെൻഡൻസ് ഡേ ടു ഡൈ. അയാൾ മരിക്കാൻ കണ്ടുപിടിച്ച ദിവസം തന്നെ സ്വാതന്ത്ര്യ ദിനമാണ്. ഈ റോഡ് എ ലോങ് ലെറ്റർ. അയാളൊരു വലിയ എഴുത്തു എഴുതി. ഓൾ ദിസ് ഷോസ് ഹി ഡസ് നോട്ട് വാണ്ട് ടു ഡൈ. ഇതെല്ലാം കാണിക്കുന്നത് അയാൾക്ക് മരിക്കാൻ താല്പര്യമില്ല എന്നാണ്. ദ പ്രോബ്ലം ഓഫ് വിഷം ഈസ് നോട്ട് ലിമിറ്റഡ് ടു ഹിം ആൻഡ് ദ കോപ്പറേറ്റീവ് ബാങ്ക്, ബട്ട് ഇറ്റ് ഈസ് മച്ച് ബിഗർ ആൻഡ് ടച്ചസ് ഓൺ ദ ക്വസ്റ്റ്യൻ ഓഫ് ദ റൈറ്റ് ടു ലിവ് വിത്ത് പേഴ്സണൽ ലിബർട്ടി. അപ്പോൾ വിശ്വൻ്റെ പ്രശ്നം അവനും കോപ്പറേറ്റീവ് ബാങ്കിനും മാത്രമായുള്ളതല്ല. ആ പ്രശ്നം വളരെ വലുതാണ്. ജീവിക്കാനുള്ള അവകാശത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും അത് ബാധിക്കുന്നു. ദ ആങ്കർ വാണ്ട്സ് ടു നോ സ്പെസിഫിക്കലി ഇഫ് വിശ്വം വിൽ ഡൈ ഓർ നോട്ട്. അപ്പോൾ ആങ്കറിന് കൃത്യമായി അറിയേണ്ടതുണ്ട് വിശ്വം മരിക്കുമോ ഇല്ലയോ എന്ന്. ബട്ട് നന്ദകുമാർ സേസ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ഹിം ടു ഫൈൻഡ് ആൻ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നന്ദകുമാർ പറയുന്നു അതിന് ഉത്തരം കണ്ടുപിടിക്കുക തൻ്റെ ജോലിയല്ലെന്ന്. ദ ആങ്കർ ദെൻ അനൗൺസസ് എ ബ്രേക്ക് ഇൻ ദ ഡിസ്കഷൻ ടു ഹാവ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ഫോർ ദ ഡേ. അപ്പോൾ ആങ്കർ ആ ഒരു ഡിസ്കഷൻ അല്പസമയത്തേക്ക് നിർത്തിവെച്ചിട്ട് അപ്പോഴത്തെ പ്രധാന തലക്കെട്ടുകൾ വായിക്കുന്നു. ദ ന്യൂസ് ഹെഡ്ലൈൻസ് ആർ ഓൺ ദ ഇൻഡോ-US accord on nuclear cooperation, passing of the entertainment tax bill, closing of ശബരിമല നട ആൻഡ് ക്രിക്കറ്റ് സ്റ്റോർ. അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളുടെ ഹെഡിങ്സ് ആങ്കർ വായിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ന്യൂക്ലിയർ കോപ്പറേഷൻ, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ബില്ലിൻ്റെ പാസ്സാക്കൽ, ശബരിമല അടപ്പ്, ക്രിക്കറ്റ് സ്കോർ തുടങ്ങിയിട്ടുള്ളവയായിരുന്നു അവയൊക്കെ. Now the anchor gets അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം ഓൺ ദ ടെലിഫോൺ. അപ്പോൾ അത് കഴിഞ്ഞ് ആങ്കർ ടെലിഫോണിൽ അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗവുമായിട്ട് സംസാരിക്കുന്നു. ഹി ആസ്ക് ടു ഗിവ് ഹർ വ്യൂസ് ഓൺ ദ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് സൂയിസൈഡ്. അപ്പോൾ ആത്മഹത്യയുടെ നിയമവശങ്ങളെ പറ്റിയാണ് അവരോട് ചോദിക്കുന്നത്. ബട്ട് ദർ ഈസ് എ പ്രോബ്ലം വിത്ത് ദ ടെലിഫോൺ ലൈൻ ആൻഡ് സോ ഹി ആസ്ക് Shri Alex Punus on the increase of suicide in Kerala in the last few years. പക്ഷേ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആങ്കർ എന്ത് ചെയ്തു, അലക്സ് പുന്നൂസിനോട് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലുണ്ടായ ആത്മഹത്യ വളർച്ചാ നിരക്കിനെ പറ്റി ചോദിക്കുന്നു. ഓക്കെ, താങ്ക് യു.